ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ് എന്തായെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ നമ്മൾ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്, നല്ല സജഷൻസ് വരുന്നുണ്ട്. എല്ലാവരും വണ്ടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് പറയാം. നമ്മൾ വണ്ടിയുടെ ടയർ മാറ്റി, മെഷീനിലായിരുന്നു എടുത്തിരുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് നൈലോൺ ടയർ ആയിരുന്നു, അത് ചേഞ്ച് ചെയ്ത് റെഡിയിലാക്കിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. സോ വീഡിയോയുടെ കാര്യം പറയാം. നമ്മളങ്ങനെ ടയറൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഷോറൂമിലോട്ട് പോവാണ്. അന്ന് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യണോ വേണ്ടെന്നുള്ള ഒരു വീഡിയോ അപ്ഡേറ്റ് നമ്മൾ കൊടുത്തിരുന്നു ആദ്യം. എനിക്കൊന്ന് സെക്കൻഡ് വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ ബാറ്ററി നമ്മളിന്ന് ചേഞ്ച് ചെയ്യുവാണ്. ടയർ കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, മാറ്റിയായിരുന്നു. അപ്പോളോ ടയർ പാലസിൽ നിന്ന് തന്നെയാണ് മാറ്റിയത്. അവർ ചെന്നപ്പോൾ തന്നെ മറ്റേ ടയർ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഈ ടയറിന് വേണ്ട കുറച്ച് പൈസ കൊണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിയുടെ കോസ്റ്റും ടയറിൻ്റെ കോസ്റ്റും ബാറ്ററിയുടെ കോസ്റ്റും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ ഏറ്റവും അവസാനം ബിൽഡൊക്കെ കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പണി അറിയാലോ. ഹെൽമെറ്റ് എടുക്കണം. ഹെൽമെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് തുറച്ച് വൃത്തിയാക്കി എടുക്കുക. കാരണം 5 വർഷമായിട്ടുള്ള ഹെൽമെറ്റാണ്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അന്ന് വെച്ചതാണ്, പിന്നെ അതിന് ശേഷം ഉപയോഗിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഹെൽമെറ്റ് എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരണം. ടയർ എടുക്കണം, ബാറ്ററി എടുക്കണം. പിന്നെ അവിടെ ചെന്നിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഓൾമോസ്റ്റ് റണ്ണിങ് കണ്ടീഷൻ ആക്കി വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത്. ടെസ്റ്റിന് വേണ്ടി ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് പോയി തന്നെ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹെൽമെറ്റ് പറ്റുന്നത് പോലെയൊക്കെ തുടച്ച് തൂത്തിട്ടൊക്കെ ഉണ്ട്. എന്തിനാണ് ഇപ്പോൾ ഹെൽമെറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ ചെന്നിട്ട് വണ്ടി ചിലപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അറിയത്തില്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാമല്ലോ, അതിനുവേണ്ടി ഹെൽമെറ്റ് എടുത്തതാണ്. പിന്നെ ടയർ നമ്മുടെ ഇതായിരിക്കുന്നു. രണ്ടും എടുത്ത് വണ്ടിയിലോട്ട് ലോഡ് ചെയ്യണം. തന്നെ നമുക്ക് കൊടുത്തിട്ട് മാറ്റിയെടുക്കേണ്ട ബാറ്ററിയാണിത്. ഇത് നമ്മളെടുത്ത് വണ്ടിയിലോട്ട് ലോഡ് ചെയ്യട്ടെ. ഹെൽമെറ്റ് വെച്ചു, ടയർ രണ്ടും ബാക്കിൽ വെച്ചു. ഇനി ഇതോടെ അങ്ങനെ വണ്ടിയിലെല്ലാം ലോഡ് ചെയ്തു. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ടു ബാറ്ററി കട, എന്നിട്ട് നമ്മൾ നേരെ ടു ഷോറൂം. സോ ലെറ്റ്സ് ഗോ. ഇത് നമ്മുടെ തേവലക്കരയുള്ള SF ബാറ്ററീസ് എന്ന് പറഞ്ഞ കടയാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ ഇതിന് മുന്നിലുള്ള ബാറ്ററീസും എടുത്തത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററീസ് ഒക്കെ റീചാർജ് ചെയ്യുന്നത് ഈ കടയിൽ തന്നെ കൊടുത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് ബാറ്ററി എടുത്തത്. സോ ഗൈസ്, അങ്ങനെ പുതുപുത്തൻ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോകാം. ഈ വീഡിയോ ആക്ച്വലി ഇതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഇട്ടെന്നേ ഉള്ളൂ. ടാങ്ക് മാറ്റിയിട്ടുണ്ട്, ഫ്യൂൽ പമ്പ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെയും ബാക്ക് ടയറിൻ്റെയും ഹബ്ബെല്ലാം ഫുള്ള് ജാമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഫുള്ള് ദ്രവിച്ച് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ് പുതിയ പാർട്സ് വെച്ചിട്ട്. അല്ലാതെ നമുക്ക് വണ്ടി ഓടാൻ പറ്റില്ല. കണ്ടോ, ഇതാണ് ടയറിൻ്റെ ഹബ്ബിൻ്റെ കണ്ടീഷൻ. കാരണം ഇത്രയും നാൾ ഇരുന്നല്ലേ. അതുപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റും എല്ലാം എവറിത്തിങ് നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ബാറ്ററി മാറ്റി, പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് പുതിയതിട്ടിട്ടുണ്ട്. വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട്. ലിസൺ ടു ദ മ്യൂസിക്. ഓ മൈ ഗോഡ്, എന്തുമാത്രം സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ സൗണ്ട് കേൾക്കുമ്പം എങ്ങനെ പറഞ്ഞറിയിക്കണം അറിയത്തില്ല. പിന്നെ ഈ പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയും തിളക്കത്തോടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ പാർട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. സോ അങ്ങനെ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിൻ്റെ ഗോപ്രോ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ ഒരു 500 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് വണ്ടി കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ഞാനൊരു വാക്ക് അറൗണ്ട് വീഡിയോ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഫെയറിങ് എല്ലാം അയച്ചു വെച്ചേക്കാണ്. ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഈ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഞാനിങ്ങനെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ സമയമൊക്കെ പോയായിരുന്നു. വണ്ടി ഫെയറിംഗ് ഒന്നും ഇല്ല, നമ്മളൊന്ന് ഓടിച്ച് നോക്കി. വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ലുക്ക്. ഫ്രണ്ട് വൈസും സൈഡ് വൈസും അല്ല, റിയറിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ബാക്കിലത്തെ ആ ഒരു പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പക്ക ആ ട്രെലിസ് ഫ്രെയിം മാത്രം കണ്ട് ഓടിക്കുന്ന ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് നിയമത്തിൽ പറ്റില്ലല്ലോ. ഗൈസ്, ഈ വീഡിയോ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ്. മറ്റേതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം അവർ വൈകിട്ട് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നമ്മുടെ പാനൽസ് എല്ലാം ആഡ് ചെയ്തിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓടിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ധൃതി വെച്ച് ചെയ്യണ്ട, കാരണം വണ്ടി പക്ക ആയിട്ട് എനിക്ക് കിട്ടിയാൽ മതി. ഒരു ദിവസം കൂടി ഇന്ന് ടെസ്റ്റ് റൺ ചെയ്തിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഇന്ന് വൈകിട്ട് ഞാൻ പോകും. എന്നിട്ട് നാളെ രാവിലെ പോയി ഡെലിവറി എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോകുന്നേരം നമുക്ക് ആ സീറ്റിൻ്റെ അടിയിൽ വെക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് പീസ്, അത് നമ്മൾ മാറ്റ് ബ്ലാക്ക് ചെയ്യാൻ കൊടുത്തായിരുന്നു. അപ്പോൾ അതും വാങ്ങണം. അതുകൂടെ വാങ്ങിക്കുമ്പോൾ അതാണ് വണ്ടിയിലുള്ള ലാസ്റ്റ് മിസ്സിങ് പീസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഷോറൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും വാങ്ങണം. അത് വാങ്ങിച്ച് കൊണ്ടുവെക്കാമെന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ.
അങ്ങനെ ആഫ്റ്റർ 5 years നമ്മുടെ വണ്ടി തിരിച്ച് റോഡിലിറങ്ങി, ഫുൾ പണിയും കഴിഞ്ഞു, ഓൾ സെറ്റാണ്. വേണമെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ഡെലിവറി എടുത്തുകൊണ്ട് പോരാം, പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം വണ്ടി അവിടെ നിന്ന് അവരൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കി നമ്മുടെ ആ നമ്പർ പ്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ, ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് വണ്ടി ഫുൾ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എല്ലാം തരാമെന്ന് പറഞ്ഞു നാളെ. അപ്പം ഓക്കെ, ഞാൻ പറഞ്ഞു നാളെ രാവിലെ വന്ന് എടുത്തോളാം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കാരണം ഇറ്റ് വാസ് എ ലോങ് റൺ. കാരണം ഇത്രയും വർഷം വരുന്നതല്ല, ഈ വീഡിയോ കുഞ്ഞു കുഞ്ഞു പാർട്സായിട്ട് ചെയ്തു. അതിനെല്ലാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, സജഷൻസ് തന്നു, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. സോ ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. വണ്ടി നാളെ കിട്ടും. നാളെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് കുറേ പരിപാടികൾ. ഇൻഷുറൻസ് എടുക്കണം, ഇൻഷുറൻസ് ഒക്കെ തീർന്നിരിക്കുമായിരുന്നു. ഇൻഷുറൻസ്, പിന്നെ നമ്പർ പ്ലേറ്റ്സ് മാറ്റണം, അതായത് പുതിയ നമ്മുടെ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ്സ് വെക്കണം, വേണമല്ലോ. അപ്പോൾ അത് വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. ലൈക്ക് മെക്കാനിക്കലി എല്ലാം കഴിഞ്ഞ് വണ്ടി ഫുൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ഫിറ്റ് ആൻഡ് ഫിനിഷോ എന്താ ഫിറ്റാണ്. പിന്നെന്താ, വണ്ടി സ്റ്റോക്കിൽ നിർത്തണോ, കളർ ചേഞ്ച് ചെയ്യണോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് സ്റ്റോക്കിൽ നിർത്തണം, ചിലർ പറയുന്നു കളർ ചേഞ്ച് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ സജഷൻസ് നിങ്ങൾ തരിക, ഐഡിയാസ് തരിക. പിന്നെ വണ്ടിക്ക് എത്ര രൂപ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ, അതായത് ദ വീഡിയോ യു ഗൈസ് ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ, അല്ലെങ്കിൽ ഈവൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നാളെ, അതായത് നെക്സ്റ്റ് വീഡിയോ. സോ ആ വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, സൂപ്പർ മങ്കി എക്സൈറ്റഡ് ആൻഡ് സൈനിങ് ഓഫ്. ബൈ.